പ്രിയ വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ പോളിഷ് കവയത്രി വിസ്ലാവ സിംബോർസ്ക എഴുതിയ നത്തിങ് ട്വൈസ് എന്ന കവിതയുടെ മലയാളത്തിലുള്ള വിവരണമാണ്. നത്തിങ് ക്യാൻ എവർ ഹാപ്പൻ ട്വൈസ്. ഒന്നും തന്നെ ഒരിക്കലും രണ്ടാമത് സംഭവിക്കില്ല. ഇൻ കോൺസിക്വൻസ്, ദ സോറി ഫാക്ട് ഇസ്, തൽഫലമായി ഖേദകരമായ ആ സത്യം ഇതാണ്, ദറ്റ് വി അറൈവ് ഹിയർ ഇംപ്രൊവൈസ്ഡ്, നമ്മൾ മുൻകൂട്ടി ഒരു തയ്യാറെടുപ്പും ഇല്ലാതെയാണ് ഇവിടെ ജനിക്കുന്നത്, ആൻഡ് ലീവ് വിത്തൌട്ട് ദ ചാൻസ് ടു പ്രാക്ടീസ്, പരിശീലനം നടത്താൻ ഒരവസരം പോലും കിട്ടാതെ മടങ്ങുകയും ചെയ്യുന്നു. കുട്ടികളെ, ഈ 4 വരികളിൽ നിന്നും മനസ്സിലാക്കേണ്ട ലളിതമായ വിവരണം കൂടി നോക്കിയാലോ? ജീവിതത്തിൽ ഒന്നും തന്നെ 2 തവണ സംഭവിക്കുന്നില്ല. നമ്മളീ ലോകത്തേക്ക് വരുന്നത് ഒരു മുൻപരിചയവുമില്ലാതെയാണ്. ജീവിതം എങ്ങനെ ജീവിക്കണമെന്ന് മുൻകൂട്ടി പരിശീലിക്കാനോ തെറ്റുകൾ തിരുത്തി വീണ്ടും ജീവിക്കാനോ നമുക്ക് അവസരം ലഭിക്കില്ല. ഈവൻ ഇഫ് ദർ ഇസ് നോ വൺ ഡംബർ, ഇവിടെ നമ്മളെക്കാൾ ബുദ്ധി കുറഞ്ഞവർ വേറെ ആരുമില്ലെങ്കിൽ പോലും, ഇഫ് യു ആർ ദ പ്ലാനറ്റ്സ് ബിഗ്ഗസ്റ്റ് ഡൺസ്, നീ ഈ ഭൂമിയിലെ ഏറ്റവും വലിയ മഠയനാണെങ്കിൽ പോലും, യു കാൺട്ട് റിപ്പീറ്റ് ദ ക്ലാസ് ഇൻ സമ്മർ. നിനക്ക് ഈ ജീവിതമാകുന്ന ക്ലാസ് വേനൽക്കാലത്ത് വീണ്ടും ആവർത്തിക്കാൻ കഴിയില്ല. ദിസ് കോഴ്സ് ഇസ് ഓൺലി ഓഫേർഡ് വൺസ്. ഈ ജീവിതം ഒരിക്കൽ മാത്രമേ നൽകപ്പെടുന്നുള്ളൂ. ഒരാൾ എത്ര ബുദ്ധി കുറഞ്ഞവനാണെങ്കിൽ പോലും അയാൾക്ക് കടന്നുപോയ ഒരു പാഠം പോലും വീണ്ടും പഠിക്കാൻ കഴിയില്ല. ജീവിതമെന്ന ഈ വലിയ പാഠ്യപദ്ധതി നമുക്ക് മുന്നിൽ ഒരിക്കൽ മാത്രമേ അവതരിപ്പിക്കപ്പെടുന്നുള്ളൂ. നോ ഡേയ്സ് കോപ്പീസ് യെസ്റ്റർഡേ. ഒരു ദിവസവും ഇന്നലത്തെ അതേ പകർപ്പല്ല. നോ 2 നൈറ്റ്സ് വിൽ ടീച്ച് വാട്ട് ബ്ലിസ് ഈസ്. 2 രാത്രികൾ ഒരിക്കലും സന്തോഷം എന്താണെന്ന് ഒരേപോലെ പഠിപ്പിക്കില്ല. ഇൻ പ്രിസൈസ്ലി ദ സെയിം വേ, കൃത്യമായി ഒരേ രീതിയിൽ. വിത്ത് പ്രിസൈസ്ലി ദ സെയിം കിസസ്, കൃത്യമായി ഒരേ ചുംബനങ്ങളോടെ. ഒരു ദിവസവും തലേ ദിവസത്തിന്റെ പകർപ്പല്ല. ഒരേപോലെയുള്ള 2 രാത്രികൾ നമുക്ക് ഒരേ സന്തോഷം നൽകില്ല. ഓരോ നിമിഷവും തികച്ചും വ്യത്യസ്തവും പുതുമയുള്ളതുമാണ്. One day, perhaps some idle tongue. ഒരു ദിവസം, ഒരുപക്ഷേ വെറുതെയിരിക്കുന്ന ആരോ ഒരാൾ, mentions your name by accident. യാദൃച്ഛികമായി നിന്റെ പേര് പറയുന്നു. I feel as if a rose were flung. അപ്പോൾ ഒരു റോസാപ്പൂവ് എറിയപ്പെട്ടതുപോലെ എനിക്ക് തോന്നുന്നു. Into the room all hue and scent. നിറവും ഗന്ധവും കൊണ്ട് ആ മുറി നിറയുന്നതുപോലെ. നമ്മൾ സ്നേഹിക്കുന്ന ഒരാളുടെ പേര് ആരെങ്കിലും അപ്രതീക്ഷിതമായി പറയുന്നത് കേൾക്കുമ്പോൾ മുറിയിലേക്ക് പെട്ടെന്നൊരു റോസാപ്പൂവ് എറിഞ്ഞതുപോലെ നമുക്ക് വലിയ സന്തോഷം തോന്നും. അതിന്റെ നിറവും മണവും നമ്മളെ അത്രമേൽ സന്തോഷിപ്പിക്കും. The next day, though you are here with me. അടുത്ത ദിവസം നീ എന്റെ കൂടെ ഉണ്ടെങ്കിൽ പോലും, I can't help looking at the clock. എനിക്ക് ക്ലോക്കിലേക്ക് നോക്കാതിരിക്കാൻ കഴിയുന്നില്ല. A rose? A rose? What could that be? ഒരു റോസാപ്പൂവോ? ഒരു റോസാപ്പൂവോ? അതെന്തായിരിക്കും? Is it a flower or a rock? അതൊരു പൂവാണോ അതോ വെറുമൊരു കല്ലാണോ? എന്നാൽ തൊട്ടടുത്ത ദിവസം അവർ കൂടെയുണ്ടെങ്കിൽ പോലും സമയം കടന്നുപോകുന്നത് കാണുമ്പോൾ നമുക്ക് ഉത്കണ്ഠ തോന്നും. ആ സന്തോഷനിമിഷം ഒരു റോസാപ്പൂവാണോ അതോ വെറുമൊരു കല്ലാണോ എന്നുപോലും നമ്മൾ സംശയിച്ചേക്കാം. Why do we treat the fleeting day? വേഗത്തിൽ കടന്നുപോകുന്ന ഈ ദിവസത്തെ നമ്മൾ എന്തിനാണ് with so much needless fear and sorrow? ആവശ്യമില്ലാത്ത ഇത്രയധികം ഭയത്തോടും സങ്കടത്തോടും കൂടി കാണുന്നത്? It's in its nature not to stay. ഒരിടത്തും നിൽക്കാതിരിക്കുക എന്നത് അതിന്റെ സ്വഭാവമാണ്. Today is always gone tomorrow. ഇന്നത്തെ ദിവസം നാളെയാകുമ്പോഴേക്കും ഇല്ലാതാകും. സമയം വേഗത്തിൽ കടന്നുപോകുന്നതാണ്. ഇന്നത്തെ ദിവസം നാളെയാകുമ്പോഴേക്കും ഇല്ലാതാകും. സമയം ഒരിടത്തും നിൽക്കില്ല എന്നത് അതിന്റെ സ്വഭാവമാണ്. അതുകൊണ്ട് അനാവശ്യമായ പേടിയോടെയും സങ്കടത്തോടെയും സമയത്തെ കാണരുത്. വിത്ത് സ്മൈൽസ് ആൻഡ് കിസ്സസ് വി പ്രിഫർ. പുഞ്ചിരിയോടെയും ചുംബനങ്ങളോടെയും നമ്മൾ ഇഷ്ടപ്പെടുന്നു. ടു സീക്ക് എ കോഡ് ബിനീത്ത് അവർ സ്റ്റാർ. നമ്മുടെ നക്ഷത്രത്തിന് താഴെ
ഒത്തൊരുമയോടെ ഇരിക്കാൻ. ഓൾദോ വി ആർ ഡിഫറെന്റ്, വി കോൺകർ. നമ്മൾ രണ്ടുപേരും വ്യത്യസ്തരാണെങ്കിലും നമ്മളത് സമ്മതിക്കുന്നു. ജസ്റ്റ് ആസ് 2 ഡ്രോപ്സ് ഓഫ് വാട്ടർ ആർ. 2 തുള്ളി വെള്ളം പോലെ. നമ്മൾ ഓരോരുത്തരും വ്യത്യസ്തരാണ്. 2 തുള്ളി വെള്ളം പോലെ കാഴ്ചയിൽ ഒരുപോലെ തോന്നാമെങ്കിലും ഓരോ വ്യക്തിക്കും തനതായ സവിശേഷതകളുണ്ട്. ഈ വ്യത്യാസങ്ങൾ അംഗീകരിച്ചുകൊണ്ട് സ്നേഹത്തോടെയും ഐക്യത്തോടെയും ജീവിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. കുട്ടികളെ, ഇതോടെ നമ്മുടെ കവിത മുഴുവനും അർത്ഥസഹിതം നാം ചർച്ച ചെയ്തു കഴിഞ്ഞു. നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമായാൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നന്ദി.